Uh, praise the Lord. ദൈവത്തിന് മഹത്വം. We have just entered into the new year 2022. നാം പുതുവത്സരത്തിലേക്ക് 2022 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. And whenever we enter into a new year, we definitely would like to hear what the Lord is speaking to us about this new year. എപ്പോഴൊക്കെ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അപ്പോഴൊക്കെയും ദൈവത്തിന് ഈ പുതുവർഷത്തിൽ നമ്മോട് എന്താണ് സംസാരിക്കുവാനുള്ളത് എന്ന് നാം അറിയുവാൻ ശ്രമിക്കാറുണ്ട്. Sometime when we just wish someone on the New Year day, we just say Happy New Year. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മൾക്ക് പരിചയമുള്ള ആളുകളോട് നാം ഇങ്ങനെ പറയാറുണ്ട് പുതുവത്സര ആശംസകൾ എന്ന്. And they too in turn will wish us with Happy New Year word. അവർ തിരിച്ചും നമുക്ക് പുതുവത്സര ആശംസകൾ നേരാറുണ്ട്. It is just like, when you ask a person, how are you? The immediate answer will be fine. നിങ്ങൾക്കറിയാമല്ലോ, നാം ഒരു മനുഷ്യനോട് ഹൗ ആർ യു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ സംശയത്തിന് ലേശം ഇടകൊടുക്കാതെ പെട്ടെന്ന് തന്നെ ഓക്കെ, നന്നായിരിക്കുന്നു എന്ന് മറുപടി പറയാറ്. But actually, are they fine, or are they sick, are they weak, or going through any problem? The first response is just like that, it comes, I am fine. യഥാർത്ഥത്തിൽ അവർ ഒരു പക്ഷേ രോഗാവസ്ഥയിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്, ക്ഷീണാവസ്ഥയിൽ കൂടി ആയിരിക്കാം, ജീവിതത്തിൽ ഒരു പക്ഷേ ചില പ്രത്യേക മോശമായ സിറ്റുവേഷനിൽ കൂടിയായിരിക്കും, സാഹചര്യത്തിൽ കൂടിയായിരിക്കും അവർ പോകുന്നത്. എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും അതൊന്നും ചിന്തിക്കാതെ പൊടുന്നനമേ ഞാൻ നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് അവർ മറുപടി തരാറുണ്ട്. So also with this word, New Year time, Happy New Year, or birthday time, Happy birthday, Happy Christmas, Happy Easter, that word just comes like that. അങ്ങനെ പെട്ടെന്ന് നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പുതുവർഷത്തിൽ പുതുവത്സരാശംസകളെന്നും ഒരാളുടെ ജന്മദിനത്തിൽ ജന്മദിനാശംസകളെന്നും സന്തോഷകരമായ ഒരു ജന്മദിനമെന്നും അതോടൊപ്പം തന്നെ ഈസ്റ്റർ കാലഘട്ടങ്ങളിൽ സന്തോഷകരമായ ഒരു ഈസ്റ്റർ എന്നൊക്കെ ആശംസിക്കാറുണ്ട്. But what is the present condition today for you, or in the midst of all that is going on around me? I would like to share with you what I felt to wish you today. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ആശംസകൾ കൈമാറുന്ന സാഹചര്യത്തിൽ, എന്നാൽ ഈ വർഷത്തിൽ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന യഥാർത്ഥ സാഹചര്യം എന്താണ്, ഞാനായിരിക്കുന്ന സാഹചര്യം എന്താണ്, നമ്മുടെ ചുറ്റുപാടും വളരെ യാഥാർത്ഥ്യത്തോടുകൂടി കണ്ണോടിക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. 2022 is a peculiar number with 222 repeated. നിങ്ങൾക്കറിയാമല്ലോ, 2022 എന്നുള്ള അത് അക്ഷരത്തിൽ എഴുതുമ്പോൾ 2 എന്ന അക്കം ആവർത്തിച്ച് എഴുതുന്ന ഒരു പ്രത്യേക വർഷമാണ്. People were referring to Isaiah 22:22 and 2 Chronicles 20:22 like that yesterday in a World Prayer Network where I was participating. ഇന്നലെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന മീറ്റിംഗിൽ ആളുകൾ ഈ പ്രത്യേക 2022 എന്നുള്ള വർഷത്തെ ചില പ്രത്യേക നിലയിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് യെശയ്യാപ്രവചനം 20-ാം അധ്യായം 22-ാമത്തെ വാക്യമെന്നും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം എന്നൊക്കെ നിലയിൽ ആളുകൾ അതിനെപ്പറ്റി പരാമർശിക്കാറുണ്ടായിരുന്നു. Yeah, a small correction. Isaiah 22:22. യെശയ്യാവ് 20:22 എന്നും 2 Chronicles 20:22. 2 ദിനവൃത്താന്തം 20:22. ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് തെറ്റി. Yeah, when we were praying, when I was praying, to me, for the past a week or 10 days, the Lord had been impressing in my heart only 2 words. കഴിഞ്ഞ ദിനങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി നിന്നപ്പോൾ, പ്രാർത്ഥനയിൽ ഞാൻ ചിലപ്പെട്ടപ്പോൾ ഏകദേശം 10 ദിവസക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പ്രത്യേക വാക്യങ്ങളിൽ കൂടി ദൈവം എന്നോട് ഇടപെടുവാൻ ഇടയായിച്ചു. It's a very well-known word for all of us. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളാണ്. I just want to share screen with you to bring that reference.
ഇന്ന് ആ പ്രത്യേക വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ എൻ്റെ സ്ക്രീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കാം. So in Genesis chapter 1 verse 22, we see after God had created some of the creatures on the face of the earth, he told, be fruitful and multiply. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവി പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. In the same chapter, after God created man and woman, he said to them by blessing them, be fruitful and multiply. അതേ അധ്യായത്തിൽ തന്നെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവരോട് പറയുന്ന ഭാഗമാണ് ഈ 28-ാമത്തെ വാക്യം. So the word be fruitful, multiply stood out so clear to me as we were entering into this new year. ഈ പ്രത്യേക വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പെരുകുക, വർദ്ധിക്കുക എന്നുള്ള പദപ്രയോഗങ്ങൾ വളരെ വ്യക്തമായി തന്നെ എനിക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നിൽ അത് ഒരു വലിയ ചിന്തയെ ഉണർത്തുവാൻ ദൈവം എനിക്ക് സന്ദേശമായി തരുവാനിടയായി തീർന്നു. So my wishes for you for this new year is that you become fruitful and be multiplied. ഇന്ന് ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങൾക്ക് കൈമാറുവാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ വർദ്ധിച്ച് പെരുകുക എന്നുള്ളതാണ്. So this word be fruitful and multiply is the first blessing and commandment to mankind. മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന എന്നത് തന്നെ നിങ്ങൾ പുഷ്ടിയുള്ളവരായി വർദ്ധിക്കുക, പെരുകുക എന്നുള്ളതാണ്. Within the first few chapters in Genesis, we come to know that the mankind had increased, but they were living in sin. പ്രിയപ്പെട്ടവരെ, ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും, മനുഷ്യൻ അവിടെ വർദ്ധിക്കുന്നുണ്ട്, പെരുകുന്നുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഈ വർദ്ധിക്കുകയൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ വന്നപ്പോൾ തന്നെ അവർ പാപത്തിൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And the word of God says God repented for having created mankind. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് പശ്ചാത്താപമുണ്ടായി എന്ന് തന്നെയാണ് നാം വായിക്കുന്നത്. So when he destroyed the whole mankind and sent a flood upon the earth, he had only Noah and his family in the ark. അങ്ങനെ മനുഷ്യൻ പാപത്തിൽ പരിലസിച്ചപ്പോൾ, പാപിയായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവരോട് അനിഷ്ടമായി. നമുക്കറിയാം, വലിയ ഒരു ജലപ്രളയം തന്നെ ദൈവം ഭൂമിയിൽ വരുത്തുവാനിടയായി തീർന്നു. എന്നാൽ അതിൽ ദൈവം നീതിമാന്മാരായി കണ്ടത് നോഹയും തന്റെ കുടുംബത്തെയും മാത്രമായിരുന്നു. Chapter 9, we see in verse 1 and in verse 7, God blessed Noah and his sons, and he told them, be fruitful and multiply. അങ്ങനെ ആ ഉൽപ്പത്തി പുസ്തകത്തിന് തന്നെ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവം നോഹയെ അനുഗ്രഹിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കുന്നു? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവിൻ എന്ന്. So in the life of Abraham too, we see that God had blessed him and he told him he will make Abraham exceedingly fruitful. നമുക്ക് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിന് മുന്നോട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ അബ്രഹാമിനോടും ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്, അനുഗ്രഹം കൊടുക്കുകയാണ്, നീ വർദ്ധിച്ച് പെരുകുവാനായിട്ട് ഇടയായി തീരും, നീ വലിയ ഒരു ജാതിയായി തീരും എന്ന്. When he wanted to bless all nations in Abraham, or through the seed of Abraham, through Isaac and Jacob, he said in verse 6, Genesis 17:6, I will make thee exceeding fruitful, and I will make nations of thee, and kings shall come out of thee. അങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം സകല ജാതികൾക്കും ഉളവാകുവാൻ അബ്രഹാം മുതൽ ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ ആളുകൾ കൂടി ആ അനുഗ്രഹത്തിൻ്റെതായ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുമ്പോൾ 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ
ഇങ്ങനെയാണ് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിപ്പിക്കും. But in the same chapter, we need to note that in verse 20, God blessed Ismail also, and he said, I have blessed him and will make him fruitful and will multiply him exceedingly. അതേ അധ്യായത്തിൽ തന്നെ 20ാമത്തെ വാക്യവും നാം വളരെ നന്നായി തന്നെ പരിശോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ദൈവം ഇസ്മായിലിനെ കുറിച്ചും അനുഗ്രഹത്തിന്റെ വാക്കുകൾ അവിടെ പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്മായിലിനെ കുറിച്ചും ഇങ്ങനെ പറയുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. So you need to note that there is a one group of or one side descendants of Isaac and Jacob will be multiplying and become fruitful, and nation shall come out of them. നോക്കൂ, ഇവിടെ അനുഗ്രഹത്തിൻ്റെതായ ശാഖകൾ രണ്ടായി ഉണ്ടാകുന്നു. ഒന്നാമതായി ഒരു ഭാഗം നാം പരിശോധിക്കുമ്പോൾ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ ആളുകളിൽ കൂടി, അത് അവിടെ ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നിൽ നിന്ന് ജാതികളെ ഉൽപാദിപ്പിക്കും, നിങ്ങളിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും. The other side we also see Ismail will be blessed and there will be nations coming out of it. അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇസ്മായിലിനോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം, ഇസ്മായിലിൽ കൂടി രാഷ്ട്രങ്ങൾ ഉണ്ടാകും, രാജ്യങ്ങൾ ഉണ്ടാകും എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. So that's why if you watch some of my video clips on the proportion 50-50 on the world population, I speak about this particular truth. നിങ്ങൾ എൻ്റെ വേദവചന പഠന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള എൻ്റെ പഠിപ്പിക്കലുകളിൽ ഞാൻ വ്യക്തമായി അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-50 എന്നുള്ള ശതമാനം എന്നുള്ള അനുപാതത്തിൽ ഇതാ രണ്ട് വിഭാഗങ്ങളിലായിട്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മിതിയെ കുറിച്ച്, ജനവിഭാഗത്തെ കുറിച്ച് പരാമർശിച്ചത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. The other day, even in my message to our Malayalam speaking people, I clearly said how there is every possibility that more than 50% of Kerala population or the Malayali population all over the world will be following the Lord before his glorious return. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വിശേഷാൽ എൻ്റെ പ്രിയപ്പെട്ട മലയാളി ശ്രോതാക്കളോടുള്ള എൻ്റെ തിരുവചന പ്രഘോഷണത്തിലും ഞാൻ ഇങ്ങനെ കേരളത്തെ കുറിച്ച്, മലയാളികളെ കുറിച്ച് പരാമർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കേരളത്തിൽ മലയാളികളിൽ 50% ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി തന്നെ അവർ തീർച്ചയായും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ നിങ്ങളോട് പരാമർശിച്ചത് ഈ തരുണത്തിൽ ഓർക്കുന്നു. In the world also you are seeing that believers population is increasing on one side, but the other side Muslim population is also increasing. നിങ്ങൾ ലോക ജനസംഖ്യ അനുപാതം പരിശോധിക്കുകയാണെങ്കിൽ, ലോക ജനസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അതിൽ 50% ആളുകൾ ഒരു വിശ്വാസ സമൂഹത്തിൽ എന്ന നിലയിൽ വർദ്ധിക്കുകയും അതേപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏകദേശം 50% ആളുകൾ ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. In the last days, Jesus said in Matthew 24 and 25 that there will be two in the field, one will be taken up and one will be left behind. നിങ്ങൾക്ക് അറിയാം, മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അന്ത്യകാലഘട്ടത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിലും ഇപ്രകാരമാണ് പറയുന്നത്, 2 പേർ നിലങ്ങൾ ഉണ്ടാകും അന്ത്യകാലഘട്ടത്തിൽ, അതിൽ ഒരുവൻ ശേഷിക്കപ്പെടുകയും ഒരുവൻ എടുക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Out of 10 virgins, 5 will go inside and 5 will be left out. 10 കന്യകമാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതിൽ 5 പേർ എടുക്കപ്പെടുകയും 5 പേർ അവർ കൈവിടപ്പെടുകയും ചെയ്തു. It clearly speaks about a 50-50 proportion. അതും 50-50 എന്നുള്ള അനുപാതത്തെ വളരെ നന്നായി തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. So if we claim ourselves as the spiritual children of Abraham, then we will reach a 50% population in the world. അങ്ങനെ തന്നെ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായ വിശ്വാസ സമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും തീർച്ചയായും ഈ 50% എന്നുള്ള ദൈവിക അനുപാതത്തിൽ ഉൾപ്പെടുന്നവരാണ്.
And in the last days, the Muslim population and the rest of all the other religions put together, there will be another 50% population. അങ്ങനെ അന്ത്യകാലഘട്ടത്തിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് അക്രൈസ്തവരായ ദൈവമക്കളല്ലാത്ത ആളുകൾ എല്ലാവരും കൂടി തന്നെ ഒരു 50% ആ അനുപാതത്തിൽ ശേഷിക്കപ്പെടുന്നതാണ്. We pray that the God will increase us to be more in number. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ നന്നായി തന്നെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. So there are many other verses in the Bible. We have in Genesis quite a lot on becoming fruitful and multiply. ധാരാളം വേദപുസ്തക വാക്യങ്ങൾ അങ്ങനെ വർദ്ധിച്ചു പെരുകുക എന്നുള്ളതിനെ പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. And when Jacob blessed the 12 tribes, also he blessed the tribes to become more fruitful and be multiplied. നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും, യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ 12 ഗോത്രങ്ങളായിട്ട് അവരെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം എന്നുള്ളത്. So I was a little bit playing with this number. അതുകൊണ്ട് തീർച്ചയായും ഈ നമ്പർ, ഈ സംഖ്യാനുപാതത്തെ കുറിച്ച് എനിക്ക് ഒരു വലിയ അവബോധം ദൈവം തരുവാനിടയായി. 2022. 2022. You know, when we see that number, I just want to mention that God is a God of many numbers. പ്രിയപ്പെട്ടവരെ, 2022 എന്നുള്ള വർഷത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം തീർച്ചയായും ആ സംഖ്യയെ, ദൈവം ആ സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യത കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. He has created nations. ദൈവം രാഷ്ട്രങ്ങളെ സ്ഥാപിച്ചു. He has created seasons. ദൈവം കാലങ്ങളെ സൃഷ്ടിക്കുവാനിടയായി. Now we are all in winter season. നാം എല്ലാവരും ഇപ്പോൾ വിന്റർ സീസണിലാണ്, തണുപ്പ് കാലഘട്ടത്തിലാണ് നാം. So most part of the world feels cold for 3 or 4 months. അടുത്ത 3-4 മാസം ലോക രാഷ്ട്രങ്ങളിൽ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിൽ ഇടങ്ങളിൽ തണുപ്പ് വളരെയധികം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. You know, we say here in America, maybe after the winter, say spring, and then a fall or a sort of a summer season comes, and then again after 3 seasons the winter season starts. അങ്ങനെ ഈ തണുപ്പ് കാലഘട്ടത്തിന് ശേഷമായിട്ട് വീണ്ടും നമുക്ക് കാലങ്ങൾ മാറി വരാറുണ്ട്. നമുക്കറിയാം, അതായത് നമ്മുടെ ഈ തണുപ്പ് കാലത്തിന് ശേഷം അത് കഴിഞ്ഞ് ഗ്രീഷ്മം വരാറുണ്ട്, വസന്തം വരാറുണ്ട്, വേനൽക്കാലം വരാറുണ്ട്. ഈ നിലയിൽ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരാറുണ്ട് കാലങ്ങൾ അനുസരിച്ച്. Yeah. So likewise we have, right, in the rainy season comes, summer season comes, or summer and then rain and then winter. It repeats every year. അങ്ങനെ നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടും പരിശോധിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മഴക്കാലം വരാറുണ്ട്, വേനൽക്കാലം വരാറുണ്ട്, മഞ്ഞുകാലം വരാറുണ്ട്. അങ്ങനെ കാലാവസ്ഥ മാറി മാറി വരാറുണ്ട്. Even if you observe the number of days in the week, Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday, then again Sunday, Monday, Tuesday, it's a cycle repeating. നോക്കൂ, നിങ്ങൾ ആഴ്ചയിൽ ഉള്ള ദിവസങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ തുടങ്ങി ഇങ്ങനെ ശനി വരെ വന്നിട്ട് വീണ്ടും ഞായറിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരു ചാക്രിക അനുപാതത്തിൽ ചാക്രികമായിട്ട് ആഴ്ചയുടെ ദിവസങ്ങൾ മാറി മാറിയാറുണ്ട്. In your own life, or I observe in my life, that every 7 years something new happens to me. നോക്കൂ, അങ്ങനെ നമ്മുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തിലും അത് എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 7 വർഷങ്ങൾ കഴിയുമ്പോൾ ചില പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. 7 വർഷങ്ങൾ കൂടുമ്പോൾ. Sometime once in 14 years. ചില സമയത്തിൽ ഒരു പക്ഷേ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു മാറ്റം ഉണ്ടാകാറ്. And we also know in every 40-year period God had done changes. 40 is a great number in the sight of God. നമുക്ക് അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയും 40 എന്നുള്ളത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, അഥവാ ദൈവിക പദ്ധതിയിൽ ഒരു പ്രത്യേക പ്രാധാന്യമുള്ള വർഷമാണ്. 40 വർഷത്തിൻ്റെതായ പ്രത്യേകത. So when we look at
22, I was seeing, 2 is repeated 3 times. അങ്ങനെ 2022 എന്നുള്ള ആ സംഖ്യ പരിശോധിക്കുമ്പോൾ, വർഷത്തെ പരിശോധിക്കുമ്പോൾ അവിടെ 2 എന്നുള്ള അക്ക് 3 പ്രാവശ്യം ആവർത്തിച്ചതായിട്ട് കാണുവാൻ കഴിയും. So if you add all the 3 times, I mean the 2 which are repeated 3 times, it comes to 6. But if you multiply 2 3 times, it comes to 8. നിങ്ങൾ ഈ 2 എന്നുള്ള ആ അക്കം 3 പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ അതിനെ കൂട്ടുകയാണെങ്കിൽ, സങ്കലനത്തിലേക്ക് വരികയാണെങ്കിൽ അത് 6 എന്ന നിലയിലും, ഈ 2 എന്നുള്ള പദത്തെ അതിന്റെ ഗുണിതങ്ങൾ അതിനെ ഗുണിക്കുകയാണെങ്കിൽ 8 എന്നുള്ള അക്കത്തിലേക്ക് നാം വരുന്നതായിട്ട് കാണുവാൻ കഴിയും, നമുക്ക് കിട്ടുന്നതായി കാണുവാൻ കഴിയും. So this year began with 1 plus 1, that is January 1, day 1, 2022, 3 times 2, all put together again 8. ഈ വർഷത്തിന്റെ ആരംഭം ജനുവരി 1, 1-ാം വർഷം 1-ാം തീയതി എന്നുള്ള നിലയിൽ, 1-ാം മാസം 1-ാം തീയതി എന്നുള്ള നിലയിൽ 1 + 1 2, പിന്നീട് വർഷത്തിന്റെ 3 2കൾ അത് ഒരുമിച്ച് നമ്മൾ കൂട്ടുമ്പോൾ 8 എന്നുള്ള സംഖ്യ നമുക്ക് ലഭിക്കും. So 2 times when you play with those numbers, the 8 is repeated. അങ്ങനെ 2 നേരത്തെ മുകളിൽ പറഞ്ഞ 2 ഗുണം 2 ഗുണം 2 എന്നുള്ള നിലയിൽ 8 എന്നും, നേരത്തെ ഇപ്പോൾ പറഞ്ഞ 1 + 1, പിന്നെ 2 + 2 + 2 8, അങ്ങനെ 2 പ്രാവശ്യം 8 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ കഴിയും. So I personally expect, oh God, you blessed me 8 times this year. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഇങ്ങനെ തോന്നി, ദൈവം എന്നെ 8 ഇരട്ടിയോളം 8 പ്രാവശ്യത്തോളം എന്നെ അനുഗ്രഹിച്ചുവല്ലോ. You can go up to 2 into 22, 44 times too. അങ്ങനെ 2 ഗുണം 22 എന്നുള്ളത് 22 എന്നുള്ളത് 44 എന്നുള്ളത് ഭാഗത്തേക്കും വരുവാൻ കഴിയും. Most of the time people have blessed us, and we too have prayed, just like Elijah and Elisha's time. When Elijah was taken up, Elisha desired a double portion, and that anointing, double anointing, came upon Elisha. പ്രിയപ്പെട്ടവരെ, നാം പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാറുള്ളത് പോലെ, അനുഗ്രഹിക്കാറുള്ളത് പോലെ തന്നെ എപ്രകാരമാണ് നമുക്കറിയാം, ഏലിയാവ് എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ഏലീശയ്ക്ക് കൈമാറുന്ന ഒരു സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം. So you can believe for whatever number of times that you want the blessings of God or the fruitfulness in your life during this year. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര ഇരട്ടി പങ്ക് ദൈവിക അനുഗ്രഹം നിങ്ങൾക്ക് ഈ വർഷം പ്രാപിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് അതിനായി ആഗ്രഹിക്കാം. So I want to give a caution and a warning here. ഇന്ന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു പ്രത്യേക ഭാഗം നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം നിങ്ങൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട, ഏറ്റവും പ്രാധാന്യത കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. We are living in a very, very critical time and season in our lives. നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും പരമപ്രധാനമായ, അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ സങ്കീർണമായ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. So in the same chapter in Matthew where he promised about that 50% will be on the side of the Lord, we also see in verse 12 that wickedness will increase in the last days. ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ 2 പേരിൽ ഒരാൾ എടുക്കപ്പെടും എന്നുള്ള ആ 50% എന്നുള്ള അനുപാതം, 50% എന്നുള്ള അനുപാതത്തെ കുറിച്ച് ദൈവം പരാമർശിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ ഇടയായി തീരും. ആ കാലഘട്ടത്തിൽ വഷളത്വം വളരെ പെരുകും എന്നുള്ളതും നമുക്ക് കാണുവാൻ, ദൈവവചനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് കാണുവാനായിട്ട് കഴിയും. That's what we see in India, that's what we see in America and many parts of the world. ഇതാണ് നാം ഭാരതത്തിലും കാണുന്നത്, അതുതന്നെയാണ് അമേരിക്കയിലും കാണുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നാം ഇന്ന് മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും ഇതാണ്. In Revelation chapter 22 verse 11 says like this. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. You know, the wrong people will do more wrong, and filthiness will increase more. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. But in the same verse, we see that you be righteous to be more righteous, and you be holy to be more holy. അതേ ഭാഗത്ത് തന്നെ ഇപ്രകാരം പരാമർശിക്കുകയാണ്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. So when we seek for
a double portion or 8 times portion or any number of times portion, we should also practice in our life so many times righteousness, so many times holiness, and we should enter into that kind of life. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്നുള്ള ഇരട്ടി പങ്കോ അല്ലെങ്കിൽ 8 മടങ്ങോളം ദൈവിക അനുഗ്രഹത്തെ കുറിച്ചോ ദൈവികമായ ആ വലിയ സന്തോഷത്തെ കുറിച്ച് നാം ആഗ്രഹിക്കുമ്പോൾ, ഇതിനോടൊക്കെ നാം ചിന്തിച്ചതുപോലെ ആഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നീതി വീണ്ടും വീണ്ടും പെരുകുവാൻ, വീണ്ടും വീണ്ടും നമ്മൾ വർദ്ധിക്കുവാൻ, അതോടൊപ്പം തന്നെ വിശുദ്ധമായ അവസ്ഥ, വിശുദ്ധീകരണം ധാരാളം പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതും അതിന്റെ മറ്റൊരു ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. Yeah, how much we know in our lives that when God says, "Draw unto me, then I will draw near to you." എത്രയധികം പ്രാവശ്യം നാം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എന്നുള്ളത്. So more your prayer life, you will see more revelation from God. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവം കൂടുന്നതിനനുസരിച്ച് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ, ദൈവിക വെളിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി പ്രാപിക്കുവാൻ കഴിയും. So if we set our life right with God, and more blessing shall come to you. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും അധികമായതിന്റെ ആധാസ്ഥാനമായ അവസ്ഥയിലേക്കായി തീരുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നാം ധാരാളമായി പ്രാപിക്കുവാൻ ഇടയാക്കി. So even in the midst of wickedness increasing, or filthiness or unholiness increasing, let us see how in the time of Jacob, when he was cheated by Laban, he was blessed. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനീതി പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, വഷളത്വം പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അഴുക്കാകപ്പെടുന്ന അവസ്ഥ ധാരാളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, എന്നാൽ നിങ്ങൾ നോക്കൂ, യാക്കോബ്, നമുക്കറിയാം, ലാബാന്റെ ഭവനത്തിൽ വെച്ച് എപ്രകാരമാണോ താൻ വഞ്ചിക്കപ്പെടുവാനായിട്ട് കാരണമായി തീരാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്, എന്നാൽ അവിടെയും ഒരു വഞ്ചന തന്റെ ജീവിതത്തിലേക്ക് ലാബാൻ സമ്മാനിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്നത് നമുക്ക് കാണുവാനിടയായി. Yeah, in Genesis chapter 30 we read that verse story. 30 അധ്യായത്തിൽ നാം ആ വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. In verse 41 we see how Jacob had put the branches in the troughs when his sheep, the stronger ones, were breeding, and he did not put when the weaker ones were breeding. But then finally in verse 43 we read, Jacob became very rich. He had many flocks, male and female slaves, camels and donkeys. പ്രിയപ്പെട്ടവരെ, ലാബാൻ യാക്കോബിനെ ചതിക്കുവാനായിട്ടുള്ള പദ്ധതികൾ അവിടെ ആസൂത്രണം ചെയ്ത് യാക്കോബിന് ലഭിക്കപ്പെടേണ്ട നന്മയെ അത് ക്ഷയിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം അവിടെ യാക്കോബിനെ അനുഗ്രഹിച്ചത് എന്ന് 41 വാക്യത്തിൽ കാണുവാനായിട്ട് ഇടയായി തീരും. അവിടെ ഇങ്ങനെയാണ്, ബലമുള്ള ആടുകൾ ചെനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയേൽക്കേണ്ടത് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചെനയേൽക്കുമ്പോൾ അവ ചലിച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. So it is up to you, to me, to believe in God, a fruitfulness and a multiplication to happen during this year. പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും ദൈവം ഈ 2022 ചെയ്യുവാൻ പോകുന്നത് മനസ്സിലാക്കണം. തീർച്ചയായും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാം ആണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന് നമ്മിൽ അത് പ്രവർത്തിപ്പാൻ കഴിയും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഭരിക്കപ്പെടുവാണെങ്കിൽ ഈ വർഷം നമുക്ക് അത് അനുഗ്രഹമായി തീരും. God has called us to be a fruitful tree. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഫലമുള്ള, ഏറിയ ഫലമുള്ള ഒരു വൃക്ഷമായി തീരേണ്ടതിനായിട്ട്. When he looked at the fig tree, when it did not give fruit, God or Jesus cursed it and it died. നമുക്കറിയാം, അത്തിയെ നോക്കുക. ദൈവം, കർത്താവായ യേശു ക്രിസ്തു അത്തിയിൽ ഫലം തിരഞ്ഞപ്പോൾ കണ്ടില്ല. നമുക്കറിയാം, യേശു അതിനെ ശപിപ്പാനിടയായി. The Lord said, I am the true vine and you are the branches. If you remain in me, you will bring forth much fruit. നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല മുന്തിരിവള്ളിയാകും, എന്നിൽ
നിങ്ങൾ നിങ്ങൾ എന്നിലായി തീർന്നാൽ നിങ്ങൾ നല്ല ഫലം കായ്പാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ എന്നിൽ നിന്ന് പുറപ്പെടാത്തതൊക്കെയും ഫലം കായ്ക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And even if we have faith to the size of a mustard seed, we can produce more works of faith in the life. നമുക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ആ വിശ്വാസം മുഖാന്തരം വിശ്വാസത്തിലുള്ള ധാരാളം വലിയ പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. According to the parable of the sower, if we are a good ground and if the word comes into us, we can bring forth fruit 30-fold, 60-fold, 100-fold. നമുക്കറിയാം വിതക്കാരനെ കുറിച്ചുള്ള ആ ഉപമ പരിശോധിക്കുമ്പോൾ നമ്മൾ നല്ല നിലത്താണ് വിതയ്ക്കുന്നതെങ്കിൽ, നല്ല നിലത്താണ് നാം വിതയ്ക്കുന്നുവെങ്കിൽ അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്ന് ആ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. So God wants you to be fruitful and be multiplying during this year. പ്രിയപ്പെട്ടവരെ, ഈ വർഷം, ഈ പുതുവർഷത്തിൽ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So let there be wickedness on the earth, but we who are believers in the Lord experience the promises of God during this year. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വഷളത്വം പ്രബലപ്പെടട്ടെ, അനീതി പ്രബലപ്പെടട്ടെ, എന്നാൽ നാം ദൈവമക്കളായിരിക്കുന്നവർ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ ആ നീതിയോടുകൂടി ജീവിച്ച് ദൈവത്തിൽ നിന്ന് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. So let us commit ourselves and pray at this time. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരായി നമുക്ക് മുന്നോട്ട് പോകും. And you can believe in God your number of times that you desire to നിങ്ങൾക്ക് become തീരുമാനിക്കാൻ കഴിയും എത്ര ഇരട്ടി ദൈവിക നന്മ, അനുഗ്രഹം ജീവിതത്തിൽ പ്രവർത്തിലേക്ക് വരണമെന്നുള്ളത് നിങ്ങൾക്ക് ദൈവമായി പങ്കുവെക്കുവാൻ കഴിയുന്നതാണ്. Father God, we believe in your word. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുക. Thank you for giving us this grace and mercy to enter into this new year 2022. കർത്താവേ, ഈ പുതുവർഷം 2022 പ്രവേശിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിച്ചതിനായി, കരുണ കാണിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Our expectations are great and more during this year. കർത്താവേ, ഈ വർഷത്തിൽ ഞങ്ങൾക്ക് ഉള്ള പ്രതീക്ഷകൾ വളരെ വലുതാണ്. And at the same time, you are calling us to draw closer to you and become more and more righteous and holy. അതോടൊപ്പം തന്നെ കർത്താവ്, ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയോട് കൂടുതൽ അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കൂടുതൽ നീതിമാന്മാരായി തീരുവാൻ, വിശുദ്ധരായി തീരുവാൻ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. So we surrender our lives, O Lord. കർത്താവെ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുക. Lord, enable each and every one of us to be more fruitful and more multiplying during this year. കർത്താവെ, ഈ വർഷത്തിൽ ഞങ്ങൾ ഏറെ ഫലം കായ്ക്കുവാൻ, ഏറെ വർദ്ധിച്ചു വരുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Any darkness that is overshadowing the mind and the spirit of anyone listening to this, I remove in the name of our Lord Jesus Christ. കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും ഹൃദയത്തിൽ കർത്താവെ അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്നുവെങ്കിൽ, അവിടെ ഹൃദയത്തെ ഇരുളാക്കുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം ഞാൻ അതിനെ ദൈവനാമത്തിൽ ശാസിച്ച് അതിന്മേൽ ജയമെടുക്കും. O Lord, let your word and your spirit renew us every day. കർത്താവെ, ജീവിതത്തിന്റെ ഓരോ ദിനവും അവിടുത്തെ വചനവും അവിടുത്തെ ആത്മാവും ഞങ്ങളെ ഒന്നുകൂടെ പുതുക്കുമാറാകണമേ. Thank you, God, for this new year. കർത്താവെ, ഈ പുതുവർഷത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. We pray for your blessings in the name of our Lord Jesus Christ. Amen and amen. കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് ലഭ്യമാക്കി തീർത്ത സകല അനുഗ്രഹത്തിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Amen.